നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 797th day. Today 19th sloka of Pradhamaskandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 797 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. ഓം മായാജവനികാചന്നം അജ്ഞാദോക്ഷജമവ്യയം ലക്ഷ്യസി മൂഢദൃശ നടൂനാട്യധരോ യഥാ. ഓം തത്സത്. മായാജവനികായജ്ഞം. ഓം ശ്രീകൃഷ്ണായ നമഃ. മായാജവനികാചന്നം അജ്ഞാദോക്ഷജമവ്യയം ന ലക്ഷ്യസി മൂഢദൃശ നടൂനാട്യധരോ യഥാ. ഓം തത്സത്. ആ ഭഗവാന്റെ കീർത്തി, ഭഗവാനെ കുന്തിദേവി നമസ്കരിക്കുകയാണ്. കുന്തി സ്തുതിയാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കുന്തിദേവിയുടെ ഒരു ശ്ലോകം കേട്ടു. ഇപ്പോഴും ആ ദേവിയുടെ അതിമഹത്തായ ആ ഭഗവാനെക്കുറിച്ചുള്ള ഒരു ശ്ലോകമാണിത്. ഈ ഒരു ശ്ലോകത്തിൽ തന്നെ ഭഗവാന്റെ സർവമഹിമകളും അടങ്ങിയിരിക്കുകയാണ്. പദം പിരിക്കേണ്ടത് മായാ ജവനികാച്ഛന്നം അജ്ഞ അദോക്ഷജം അവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. അതായത് മായാജവനികാച്ഛന്നം, മായയാകുന്ന തിരശീലയാൽ ഏറ്റവും മറയ്ക്കപ്പെട്ടവനും, അദോക്ഷജം ഇന്ദ്രിയങ്ങൾക്കുള്ള അറിവാൽ ഉൾപ്പെടാത്തവനും, അവ്യയം നാശരഹിതനുമായ ത്വം നിൻ തിരുവടി, നാട്യധര വേഷം ധരിച്ചിരിക്കുന്ന, നട യഥ. യഥ നട എന്നുള്ളതിൻ്റെ കൂടെയാണ് യഥ ചേർക്കേണ്ടത്. നട യഥ കളിക്കാരൻ എന്ന പോലെ, മൂഢദൃശ അറിവില്ലാത്തവരുടെ ദൃഷ്ടി കൊണ്ട്, ന ലക്ഷ്യസേ കാണപ്പെടുന്നില്ല, അജ്ഞ മായാജവനികാച്ഛന്നം അജ്ഞ എന്നുള്ള ആ അജ്ഞ അറിവില്ലാത്തവളായിട്ടുള്ള ഞാൻ നമസ്യേ നമസ്കരിക്കുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നു. അതായത് എന്തുകൊണ്ട് ഭഗവാനെ കാണപ്പെടുന്നില്ല എന്നുള്ള സംശയത്തിന് ഉത്തരം തന്നെ ദേവി തന്നെ പറയുകയാണ്. മായയാകുന്ന തിരശീലയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നവനും, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമേ അല്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ ഭഗവാനെ അറിയുവാൻ സാധിക്കുകയില്ല. ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയമല്ലാത്തവനും അപരിച്ഛിന്നനുമായ അങ്ങയെ വേഷം കെട്ടി കളിക്കുന്നവൻ്റെ യഥാർത്ഥ നാമരൂപങ്ങളെ എപ്രകാരം കളി കാണുന്നവർ അറിയുന്നില്ലയോ, അതുപോലെ അങ്ങയുടെ അത്ഭുത ശക്തിയെ അജ്ഞങ്ങളായിട്ടുള്ള, അതായത് അറിവില്ലാത്തവർ അറിയുന്നില്ല, അങ്ങയെയും അറിയുന്നില്ല. ഒരു സിനിമയിലോ അല്ലെങ്കിൽ നാടകത്തിലോ വേഷം കെട്ടി കളിക്കുന്നവർ അവരുടെ പേരെന്താണ്, അവർ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് കളി കാണുന്നവർ അറിയുന്നില്ല. അപ്രകാരം തന്നെ
ഇപ്രകാരം സർവസ്വവും നടത്തുന്ന ആ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ ആർക്കും അറിയാൻ സാധിക്കുകയില്ല. അത് അജ്ഞരായിട്ടുള്ളവർക്ക് ഒട്ടും അറിയാൻ സാധിക്കുകയില്ല. അപ്രകാരം അറിയാത്തവരിൽ ഒരുവളായ ഞാൻ അവിടുത്തെ നമസ്കരിക്കുന്നു എന്നാണ് ദേവി പറയുന്നത്. ആ ദേവിയുടെ ആ യഥാർത്ഥ ഭക്തി കാണിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ഭഗവാന്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എപ്രകാരം ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാത്ത ആ ഭഗവാനെ നാം നമസ്കരിച്ചാൽ മാത്രം മതി. മുഴുവനായിട്ട് അറിയാൻ സാധാരണക്കാർക്ക് ഒട്ടും സാധിക്കില്ല. അറിവുള്ളവർക്ക് തന്നെ സാധിക്കുന്നത് കഷ്ടമാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭഗവാനെ അല്പമെങ്കിലും അറിയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കാത്ത മായയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന അപരിച്ഛിന്നനായിട്ടുള്ള ആ ഭഗവാനെ അറിയുവാൻ ഒരു വഴിയുമില്ല. അങ്ങനെയുള്ള ആ ഭഗവാനെ നമസ്കരിക്കുക, പൂർണ്ണമായും ഭഗവാനിൽ അഭയം പ്രാപിക്കുക, അതുമാത്രമേ സാധ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ അപ്രകാരം ചെയ്യുന്നു എന്ന് കുന്തിദേവി ഭഗവാനോട് തന്നെ പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. മായാജവനികാചന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.